Good morning, children. Today we are continuing with the history of English language. In the last class, we have learned up to the invasion of Anglo-Saxon tribes and their language mingling with the language of the British island. നമ്മളന്ന് കണ്ടത് ഇന്ന് നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു 80% ആംഗ്ലോ സാക്സൺ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് നമ്മൾ കണ്ടിരുന്നു. And in this class, we are continuing with the evolution of English language. And today, we are learning the role of the Christian missionaries who arrived in England in 597 AD to spread Christianity. ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനായിട്ട് യൂറോപ്പിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറീസ് അവരോടൊപ്പം വന്ന ഭാഷകൾ അത് ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. As they were Christian missionaries who came to spread the religion, there were no attacks or bloodshed. ആക്രമണമോ രക്തച്ചൊരിച്ചിലോ ഒന്നുമില്ലാതെ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു കടന്നുവരവായിരുന്നു ഈ ക്രിസ്ത്യൻ മിഷണറീസ്. And they brought with them languages like Latin and Greek. And words from these languages which are present in the present English language are angel. Angel means malakha, disciple, follower, ഒരു അനുയായി എന്ന് പറയുന്നത്. Relic. Relic means വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ഓർമ്മിപ്പിക്കുന്ന സ്മരണിക പോലെയുള്ളവ. Then martyr. Martyr means രക്തസാക്ഷി. മതത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒക്കെ സ്വയം ജീവൻ ബലി കഴിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ. മാസ് കുർബാന കൈക്കൊള്ളുക എന്ന് പറയാറുണ്ടല്ലോ, ഹോളി മാസ്. ഷ്രൈൻ. ഷ്രൈൻ ഈസ് ദ ഗ്രേവ് ഓഫ് ദ ഹോളി പീപ്പിൾ. സെയിൻസിൻ്റെ വിശുദ്ധന്മാരുടെ ശവകുടീരത്തിനാണ് ഷ്രൈൻ എന്ന് പറയും. ആൻഡ് സാം. സാംസ് സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ബൈബിളിൽ കാണുന്നതാണ്. സോ ഇതുപോലെയുള്ള ധാരാളം വാക്കുകൾ അവയെല്ലാം തന്നെ നമുക്കറിയാം മതമായിട്ടോ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളായിട്ടോ അല്ലെങ്കിൽ വിശ്വാസങ്ങളായിട്ടോ ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണിവ. ഇങ്ങനെയുള്ള വാക്കുകൾ ക്രിസ്ത്യൻ മിഷണറീസിനോടൊപ്പമാണ് ഇംഗ്ലണ്ടിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കടന്നു വന്നത്. The next invaders came about 200 years later in AD 793. ഇത്തവണ ഡെൻമാർക്കിൽ നിന്ന് വന്ന വൈക്കിങ്സ് അല്ലെങ്കിൽ ഡെയിൻസ് എന്നറിയപ്പെടുന്ന വംശമായിരുന്നു ഇംഗ്ലണ്ടിനെ ആക്രമിച്ചത്. And they were about to conquer the Anglo-Saxons. അത്ര രൂക്ഷമായ യുദ്ധമായിരുന്നു. But an Anglo-Saxon king, Alfred, saved the Anglo-Saxons from the Vikings. അദ്ദേഹം ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്ന പേരിലാണ് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആൻഡ് ദ വാർ എൻഡഡ് ഇൻ എ ട്രീറ്റി. ട്രീറ്റി എന്ന് വെച്ചാൽ സഖ്യം. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ട്രീറ്റി, ആ സഖ്യത്തിൻ്റെ പ്രകാരം ദ വൈക്കിങ്സ് സെറ്റിൽഡ് ഇൻ എ പാർട്ട് ഓഫ് ഇംഗ്ലണ്ട് വൈൽ ദ ആംഗ്ലോ സാക്സൺസ് lived on the other side. കാലക്രമേണ ശത്രുക്കൾ എന്നുള്ള ഭാവം മറന്ന് ദേ സ്റ്റാർട്ടഡ് ടു മിങ്കിൾ വിത്ത് ഈച്ച് അതർ. വിവാഹത്തിലൂടെയും കച്ചവടത്തിലൂടെയും ഒക്കെ ഈ രണ്ട് വംശങ്ങളും ഒന്ന് ചേർന്ന് പോകാൻ തുടങ്ങി. നാച്ചുറലി വേർഡ്സ് ഫ്രം ഡാനിഷ് ലാംഗ്വേജ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് നോർസ് ലാംഗ്വേജ് ഫിൽറ്റേർഡ് ഇൻ ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അങ്ങനെ ഡാനിഷ് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളിൽ ചിലതെയാണ് ഗെറ്റ്, ഹിറ്റ്, ലെഗ്, റൂട്ട്, സ്കിൻ, സെയിം ആൻഡ് റോങ്. ഇതിൽ ചിലത് മാത്രം. ഇതിലും ധാരാളം അധികം വാക്കുകൾ ഡാനിഷ് ഒറിജിനായിട്ടുള്ളത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ട്. The last of the invaders were the Normans who came in 1066. നോമൻസ് നൊമാൻഡി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് വന്നത്. അത് ഇന്നത്തെ ഫ്രാൻസിൻ്റെ ഭാഗമാണ്. And they defeated the Anglo-Saxon people and ruled over the land for the next 300 years. ഇത്തവണ ആംഗ്ലോ സാക്സൺസിന് ഇൻവേഡേഴ്സിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. The French were so strong. അങ്ങനെ അവരുടെ ഭരണകാലത്ത് 3 main languages were spoken
ഇൻ ദ ബ്രിട്ടീഷ് ഐലൻഡ്. 3 ഭാഷകൾ, ഒരേ സമയം 3 ഭാഷകളായിരുന്നു നോർമൻസിൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. ദ ഫസ്റ്റ് വൺ വാസ് ഫ്രഞ്ച്. അതായിരുന്നു റോയൽ കോർട്ടിൻ്റേത്. കാരണം അന്നത്തെ റൂളേഴ്സ് നോർമൻസ് ആയതുകൊണ്ട് അവരുടെ ഭാഷയായിരുന്നു കൊട്ടാരത്തിലും ഭരണഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫ്രഞ്ച് ആയിരുന്നു. ലാറ്റിൻ ഭാഷയായിരുന്നു ചർച്ചിലും ലോ കോർട്ടിലും. ലാറ്റിൻ ക്രിസ്ത്യൻ മിഷണറീസിനോടൊപ്പം വന്നതാണെന്ന് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഇംഗ്ലീഷ് വാസ് യൂസ്ഡ് ബൈ ദ കോമൺ പീപ്പിൾ ഓർ ദ പെസൻസ്. പെസൻസ് മീൻസ് ഫാമേഴ്സ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അവർ മെജോറിറ്റിയും ആംഗ്ലോ സാക്സൺസ് ആണ്. അവരുപയോഗിച്ചിരുന്നത് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ഭരണഭാഷ ഫ്രഞ്ചായി എന്ന പേരിൽ ഈ സാധാരണക്കാർക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ അവരുടെ ഭാഷയായ ഇംഗ്ലീഷ് തന്നെ തുടർന്നും ഉപയോഗിച്ചു പോന്നു. അങ്ങനെ കാലക്രമേണ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഉപയോഗിച്ചതിനാൽ ഇംഗ്ലീഷ് ഭാഷ തന്നെ ഇംഗ്ലണ്ടിൽ ഡോമിനൻ്റ് ആയിട്ട് തുടർന്നു പോരുകയാണ് ഉണ്ടായത്. During the rule of the Normans, it was fashionable among the wealthy landlords to use French words. നോർമൻസിൻ്റെ ഭരണകാലത്ത് ഭരണഭാഷയായ ഫ്രഞ്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഫാഷനബിൾ ആണ് എന്ന് കരുതിയിരുന്നു അന്നത്തെ ഇംഗ്ലീഷ് ലാൻഡ് ലോർഡ്സ്, പ്രഭുക്കന്മാർ. ബട്ട് ദ പെസൻസ് യൂസ്ഡ് ഇംഗ്ലീഷ്. അതിനാൽ തന്നെ ആ കാലത്ത് ഒരേ കാര്യത്തിന് 2 വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കും ഫ്രഞ്ച് വാക്കും ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ദ വേർഡ് ഷീപ്പ്. ഷീപ്പ് എന്ന ഇംഗ്ലീഷ് വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത് ആട് എന്നുള്ള ആനിമലിനെയാണ്. സാധാരണക്കാരായിട്ടുള്ളവർ ഷീപ്പ് എന്ന വാക്ക് തന്നെ തുടർന്നും ഉപയോഗിച്ചു. എന്നാൽ പ്രഭുക്കന്മാർ ഷീപ്പ് എന്ന് പറയുന്നത് മോശമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഞ്ച് ഈക്വലൻ്റ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിക്കണം എന്ന തോന്നലിൽ മട്ടൺ എന്ന ഫ്രഞ്ച് വേർഡ്, ഷീപ്പ് എന്ന ആനിമലിനെ സൂചിപ്പിക്കാനായിട്ട് ഫ്രഞ്ച് ഭാഷയിലുള്ളതാണ് മട്ടൺ എന്ന വേർഡ്, അത് ഉപയോഗിച്ചു പോകും. കാലക്രമേണ ഷീപ്പ് എന്നാൽ ദ ആനിമൽ ആൻഡ് മട്ടൺ മീൻസ് ഇറ്റ്സ് മീറ്റ്. ഷീപ്പ് എന്നുള്ളത് ആനിമലിനെയും ആട് എന്ന മൃഗത്തെയും മട്ടൺ എന്നത് അതിൻ്റെ മാംസത്തെയും സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ആൻഡ് സെയിം ഈസ് ദ കേസ് വിത്ത് pigs, which is English, and pork, which is French, and cattle in English and beef in French. ഇതെല്ലാം ഇതുപോലെ അർത്ഥവ്യത്യാസങ്ങൾ കാലക്രമേണ ഉണ്ടായി വന്നതാണ്. അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് കിങ്, രാജാവ്. കിങ് എന്നുള്ളത് ആംഗ്ലോ സാക്സൺ ഒറിജിനാണ്. എന്നാൽ രാജാവ് അല്ലെങ്കിൽ രാജഭരണം എന്ന് തുടങ്ങുന്ന എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില വാക്കുകൾ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് വന്നതാണ്. ഫോർ എക്സാമ്പിൾ, റോയൽ, റീഗൾ, റെയിൻ ആൻഡ് സോവറിൻ. റോയൽ, റീഗൾ എന്നൊക്കെ പറഞ്ഞാൽ രാജകീയമെന്നും, റെയിൻ എന്നാൽ രാജഭരണത്തിൻ്റെ ആ കാലയളവ്, അതുപോലെ സോവറിൻ എന്ന് വെച്ചാൽ ദ സുപ്രീം പവർ, പരമാധികാരം എന്നുമൊക്കെയാണ് അർത്ഥം. സോ കിങ് എന്ന വേർഡ് ആംഗ്ലോ സാക്സൺ ആണ് എങ്കിലും റിലേറ്റഡ് വേർഡ്സ് ആയ റോയൽ, റീഗൾ തുടങ്ങിയവ ഫ്രഞ്ച് ഒറിജിൻ ഉള്ളവയാണ്. എന്നാൽ ഇന്ന് നമ്മളിതെല്ലാം തന്നെ ഇംഗ്ലീഷ് വാക്കുകളായിട്ടാണ് അറിയുന്നത്. The Normans were the last of the invaders to the British island, and the French reign. We have just seen the word reign, which came from French itself. പക്ഷേ ഇപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ഫ്രഞ്ച് ഭരണകാലം ഏകദേശം 300 വർഷങ്ങളോളം ഉണ്ടായിരുന്നു. പിന്നീട് അവരിൽ പലരും തിരിച്ച് അവരുടെ നാട്ടുകളിലേക്ക് തിരികെ പോയി. എങ്കിലും ഭാഷ വീണ്ടും അവിടെ തുടരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ പല ഫ്രഞ്ച് വാക്കുകളുമുണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൻവേഷൻസ് അവസാനിച്ചു എങ്കിലും ഭാഷയുടെ വളർച്ച അപ്പോഴും പൂർണ്ണമായിരുന്നില്ല. ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ബ്രോഡ് മെനി ന്യൂ വേർഡ്സ് ടു ദ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടെ എവല്യൂഷനെ സ്വാധീനിച്ച മറ്റൊരു ഘടകമാണ് കണ്ടുപിടുത്തങ്ങൾ. നമുക്കറിയാം, whenever a new thing, a new object is invented, it should have a name. അതിന് ഇല്ലാത്ത ഒരു വസ്തു കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു വാക്ക്, ഒരു പേരുണ്ടായേ പറ്റൂ. ആൻഡ് നാച്ചുറലി the words or the names of such objects were given in English. അന്നത്തേക്ക് ഇംഗ്ലണ്ട് കോളനൈസേഷൻ എന്നുള്ള പ്രോസസ്സ് തുടങ്ങിയിരുന്നതിനാൽ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കപ്പെട്ടിരുന്ന ഭാഷയായി മാറി ഇംഗ്ലീഷ്. നാച്ചുറലി ഇംഗ്ലീഷ് വാസ് പ്രിഫേർഡ് ടു ഗിവ് നെയിംസ് ടു ദ ന്യൂ ഇൻവെൻഷൻസ്. പുതിയ കാര്യങ്ങൾക്ക് പേര് കൊടുക്കാൻ കൂടുതലും ഇംഗ്ലീഷ് ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്.
അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ വളർന്നുകൊണ്ടേയിരുന്നു. ആൻഡ് വി നോ ദാറ്റ് ദ ഇൻവെൻഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ്, അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം, ഇറ്റ് വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാംഗ്വേജ്. അതെങ്ങനെയെന്ന് നമുക്കറിയാം. പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടെ പുസ്തകങ്ങളുടെ മാനുസ്ക്രിപ്റ്റ് കോപ്പിയിങ് എന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടി. മാനുസ്ക്രിപ്റ്റ് മീൻസ് കയ്യെഴുത്ത് പ്രതികൾ. കൂടുതലായിട്ട് കോപ്പികൾ അച്ചടിക്കാൻ സാധിച്ചതോടെ ഭാഷ കൂടുതൽ പേരിലേക്ക് എത്താനും തുടങ്ങി. അതും ഭാഷയുടെ ഡെവലപ്മെൻറ്റിന് വലിയൊരു സഹായകരമായി മാറുകയും ചെയ്തു. Another major factor which helped in the evolution of the English language is the influence of the writers. ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകാർ, അവരിൽ മിക്കവാറും എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള ചില വാക്കുകൾ ഭാഷയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ചില പേരുകളാണ് വില്യം ഷേക്സ്പിയറിൻ്റേതും ജോൺ മിൽട്ടൻ്റേതും. അവർ കോയിനിങ് വേർഡ്സ് മീൻസ് പുതുതായിട്ട് വാക്കുകൾ ഉണ്ടാക്കുക. സോ അവർ കോയിൻ ചെയ്ത പല വാക്കുകളും ഇപ്പോഴും നമ്മളുടെ ഉപയോഗത്തിൽ ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. Some of the examples of words coined by Shakespeare and Milton are given here. Words like critique, lackluster. Lackluster means lacking energy, ഒട്ടും energetic അല്ലാത്തത്. And some usages are there. To be or not to be. It's taken from the play Hamlet. ഹാംലെറ്റിലെ ഹീറോ ആയ രാജകുമാരൻ്റെ സ്വഭാവത്തെ, ഒരു ഡിസിഷൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ട്. ആൻഡ് ദ വെരി ഓഫൺ കോട്ടഡ് യൂസേജ് ഈസ് ടേക്കൺ ഫ്രം ജൂലിയസ് സീസർ, ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ. യൂഷ്വലി വി യൂസ് സൂപ്പർലേറ്റീവ് ഐദർ വിത്ത് ആഡിങ് മോസ്റ്റ് അല്ലെങ്കിൽ est. But here Shakespeare has used most and est. സീസറിൻ്റെ ദേഹത്ത് ബ്രൂട്ടസിനാൽ ഉണ്ടാക്കപ്പെട്ട മുറിവിൻ്റെ ആഴം, ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത്, അനുയായിയായിരുന്നു ബ്രൂട്ടസ്. ആ ബ്രൂട്ടസ് പിന്നിൽ നിന്ന് കുത്തിയാണ് സീസറിനെ. ആ ഒരു വിശ്വാസ വഞ്ചനയുടെ ഇൻറ്റൻസിറ്റി, തീവ്രത കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്ന് ഷേക്സ്പിയർ ഉപയോഗിച്ചിരിക്കുന്നത്. Then there is the green-eyed jealousy, Merchant of Venice നിന്ന് എടുത്തിട്ടുള്ളതാണ്. അസൂയയുടെ അങ്ങേയറ്റം കാണിക്കുന്നതിന് വേണ്ടി. Then there are words from Milton also, John Milton. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു ക്ലാസിക് എക്സാമ്പിളായി എപ്പോഴും എടുത്തു കാട്ടാറുള്ളത് പാൻഡമോണിയം എന്ന വാക്കാണ്. മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. പാൻഡമോണിയം മീൻസ് അട്ടർ കെയോസ് അല്ലെങ്കിൽ ടോട്ടൽ കൺഫ്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഒട്ടും മാനേജബിൾ അല്ലാത്ത സിറ്റുവേഷൻസിനെ സൂചിപ്പിക്കാനാണ് പാൻഡമോണിയം എന്ന് ഉപയോഗിക്കുക. ദെൻ ദർ ആർ വേർഡ്സ് ലൈക്ക് ലവ് ലോൺ. ലവ് ലോൺ ഈസ് ഡെസേർട്ടഡ് ബൈ എ ലവർ. എ പേഴ്സൺ ഹു ഈസ് ഇൻ ലവ് വിത്ത് സമൺ ബട്ട് ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ലവിങ് ഹിം ബാക്ക്. ദെൻ earth shaking, censures. All these are some of the examples of words contributed by writers to the English language. ഇവർ രണ്ടുപേര് മാത്രമല്ല, ഇനിയും ധാരാളം എഴുത്തുകാരുടേതായിട്ടുള്ള വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. Along with all the factors that we have so far seen which influence the evolution of English language, we can add the colonization of the world by the British Empire. ലോകം മുഴുവൻ തന്നെ അവർക്ക് കോളനികൾ ഉണ്ടായിരുന്നു. അതിനാലാണ് അവർ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ കോളനൈസേഷൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഡെവലപ്മെൻറ്റിനെ സഹായിച്ചതെന്ന് നമുക്ക് നോക്കാം. Whenever these British people found a new object or a new product from their colonies, they borrowed its name in the vernacular language also. അവർക്ക് ഒരു പുതിയ ഉൽപ്പന്നം കിട്ടിയെങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ പ്രാദേശിക ഭാഷയിലുള്ള പേരും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അവർ കടമെടുത്തിരുന്നു. ആൻഡ് ഹിയർ വി ഹാവ് സം ഇന്ത്യൻ വേർഡ്സ് which have gone into English language. Calico. Calico is a type of cloth. ഒരു തരം കോട്ടൺ തുണിക്കാണ് കാലിക്കോ എന്ന് പറയുന്നത്. Then കൂലി, പണ്ഡിറ്റ്, പർദ, ബംഗ്ലോ, കറി, ജംഗിൾ, ജൂട്ട്, and there are many more. ധാരാളം ഇന്ത്യൻ വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പോയിട്ടുണ്ട്.
if you look at, I think, Oxford Dictionary, in the back side or in the beginning, Indian words, Indian loan words in English എന്നൊരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇത്ര അധികം വാക്കുകൾ കടം കൊണ്ടിട്ടുള്ളത് പോലെ തന്നെ എവിടെയൊക്കെ അവർക്ക് കോളനികൾ ഉണ്ടായിരുന്നു അവിടെ നിന്നുമൊക്കെ ഉപകാരപ്രദമായ വാക്കുകൾ കടമെടുക്കുന്നതിൽ, ബോറോ ചെയ്യുന്നതിൽ, ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ബ്രിട്ടീഷുകാർ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. And we have to admit that this quality, this accepting words from other languages, borrowing words from other languages, that quality has helped English to reach its present position. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഗ്ലോബൽ ലാംഗ്വേജ്, ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, അങ്ങനെ പല പല പേരുകളിൽ ഇന്ന് ഇംഗ്ലീഷ് അറിയപ്പെടുന്നെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്നും കടം കൊള്ളാൻ അവർ മടി കാണിക്കാതിരുന്നത്, they were not hesitant to get words from others or borrow words from others, other languages. ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് ഇംഗ്ലീഷ് ഹാസ് ഗോട്ട് ഓൾ ദീസ് ടൈറ്റിൽസ്. ആൻഡ് ദ സെയിം ക്വാളിറ്റി ഈസ് ഹെൽപ്പിംഗ് ഇംഗ്ലീഷ് ടു continue with its development. We have been discussing the evolution of English language, how it reached its present position as an international language. ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. And remember, it is not supposed to be learned for the exam. ഇത് സിലബസിലുള്ള ഭാഗമല്ല. ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുമ്പായി അതിനെക്കുറിച്ച് കുറച്ചൊന്ന് അറിയുക, അതിൻ്റെ ചരിത്രം അറിയുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനൊരു ഡിസ്കഷൻ നമ്മൾ നടത്തിയത്. And from next class onwards, we will begin with the text. Thank you.